ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജപ്പാൻ ടോക്കിയോയിലെ ടീം ലാബ് പ്ലാനറ്റ്സിലേക്കാണ്. ഇത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആർട്ട് മ്യൂസിയമാണ്. ടിക്കറ്റ്സ് വെബ്സൈറ്റ് വഴിയോ ക്ലൂക്ക് വഴിയോ എടുക്കാം. ഞങ്ങൾ ക്ലൂക്ക് വഴിയായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. അതിനുള്ളിൽ കയറിയാൽ നമ്മൾ ഏതോ മായാലോകത്തിലെത്തിയത് കഴിയില്ല. 4 സോണുകളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ടർ, ഗാർഡൻ, ഫോറസ്റ്റ് ആൻഡ് ഓപ്പൺ എയർ. കയറുമ്പോൾ തന്നെ ഫുൾ ഇരുട്ടാണ്. ആദ്യം ഇരുട്ട്. എന്നിട്ട് വെള്ളവും പിന്നെ വെള്ളത്തിലൂടെ നടന്ന് ക്രിസ്റ്റലുകളുടെ ഒരു മായാപ്രപഞ്ചത്തിൽ എത്തും. നടന്നെത്തുന്നിടത്ത് മുട്ടോളം വെള്ളം, അതിൽ ഒരുപാട് മീനുകൾ കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ചെല്ലുന്നിടത്ത് വലിയ വലിയ ഗോളങ്ങൾ, അതിങ്ങനെ തള്ളിയാൽ ഉരുണ്ടുരുണ്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഉരുട്ടി കളിക്കാം. അത് കഴിഞ്ഞായിരുന്നു ഫ്ലോട്ടിംഗ് ഗാർഡൻ. നിറയെ പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു പൂന്തോട്ടം. അതിൽ പൂക്കളിലേക്ക് നമ്മൾ തൊടാൻ ചെല്ലുമ്പോൾ അവ മുകളിലേക്ക് ഉയർന്നു പോകും. നമ്മൾ നീങ്ങി കഴിയുമ്പോൾ താഴേക്ക് വരും. പിന്നീട് കുറേ ഗെയിംസുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ഗെയിംസും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ നൂതനമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൊണ്ട് മനോഹരമാക്കിയ ഒരിടമാണ് ഈ ടീം ലാബ് പ്ലാനറ്റ്. ജപ്പാനിൽ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.